ഹായ് വെൽക്കം ടു യൂണിവേഴ്സ്. സോ ഗൈസ്, ഇന്ന് ഞാനൊരു ഗെയിം കളിക്കുകയാണ്. ഗെയിം എന്തെന്ന് വെച്ചാൽ ഗെയിം കളിക്കാൻ പോകുന്നത് വിത്ത് ഡീപ് സീക്ക്, ചൈനീസ് LLM പരിപാടി ഉണ്ടല്ലോ, ഡീപ് സീക്ക്, ChatGPT കോമ്പറ്റീറ്റർ. സോ ഗെയിം ഈസ്, നമ്മൾ പണ്ട് കേരള ടി വിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായല്ലോ, അശ്വമേധം. എൻ്റെ മൈൻഡിൽ ഒരു പേഴ്സൺ ഉണ്ടാവും. ആ പേഴ്സണെ വിത്തിൻ 20 ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കണം. സോ സെയിം സംഭവമാണ് ഞാൻ ഇവിടെ കളിക്കാൻ പോകുന്നത്. സോ സ്ക്രീനിൽ കാണുന്ന ആളാണ് എൻ്റെ മൈൻഡിലുള്ള വ്യക്തി. ആൻഡ് ഐ വാണ്ട് ടു നോ വെദർ ഡീപ് സീക്ക് ക്യാൻ ക്രാക്ക് ഇറ്റ് ഓർ നോട്ട്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. സോ ഡീപ് സീക്കിനോട് ഞാൻ ഗെയിമിനെ പറ്റി പറയാണ്. I have a person in my mind. You have to find it out, asking 20 questions one by one. For each question I will be saying yes or no. So deep seeking കാര്യം മനസ്സിലായി. The first question is this person a real life individual? Yes, he is real life. So first question ഞാൻ yes എന്ന് കൊടുത്തിട്ടുണ്ട്. So second question is this person currently alive? Yes. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഡീപ് സീക്കിന് മനസ്സിലായി. സോ തേർഡ് ക്വസ്റ്റ്യൻ, ഈസ് ദിസ് പേഴ്സൺ പ്രൈമർലി നോട്ട് ഫോർ ദെയർ വർക്ക് ഇൻ എന്റർടൈൻമെന്റ്? നോ. നോ. നമുക്ക് നോക്കാം ഡീപ് സീക്കിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന്. So fourth question is on the way. Is this person primarily known for their work in politics or leadership? Never. Never. So fourth question answer കൊടുത്തു and the fifth question will be right away. Is this person primarily known for their achievements in sports? Yes. For ChatGPT ഡീപ് സീക്കിന് ഒരു പരിധി വരെ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്പോർട്സ് ആണ് എന്ന് ചോദിച്ചു, യെസ് ഞാൻ പറഞ്ഞു. ഈസ് ദിസ് പേഴ്സൺ എ മെയിൽ? യെസ്. യെസ് ഗൈസ്, ഇപ്പോൾ വെറും 6 ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൂ. നോക്കാം ഡീപ് സീക്കിന് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പോൾ 7th ക്വസ്റ്റ്യൻ, ഡസ് ദിസ് പേഴ്സൺ പ്ലേ ഓർ ഹി ഹാസ് പ്ലേഡ് ഇൻ ടീം സ്പോർട്സ്? Sure. Yes. എട്ടാമത്തെ ക്വസ്റ്റ്യന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. We will be looking for the 8th question. Yes. Is this person primarily known for playing soccer? Never. No. സോ ഗൈസ്, 8 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ ChatGPTക്ക് അത്രക്കണ്ട് മനസ്സിലായിട്ടില്ല ഞാൻ വിചാരിച്ച ആരാണെന്ന്. 9th question is on the way. Is this person primarily known for playing basketball? No. So 10th question, is this person primarily known for playing American football? No. ഈ ഡീപ് സീക്കിന് ക്രിക്കറ്റിനെ കുറിച്ച് ഞാൻ അറിയില്ലേ. എനിക്കതിനെ തോന്നുന്ന ക്രിക്കറ്റിനെ കുറിച്ച് വലിയ ഐഡിയ. 11th question, is this person primarily known for playing baseball? Never. സോ 11th ക്വസ്റ്റ്യൻ ആയിട്ട് പോലും ക്രിക്കറ്റിനെ കുറിച്ചിട്ട് ഒന്നും ചോദിക്കുന്നില്ല. 12th ക്വസ്റ്റ്യൻ എന്തായിരിക്കും? No dude, it is not from tennis either. Neither, sorry. രണ്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് പോലും ക്രിക്കറ്റിനെ കുറിച്ച് ഒരു ചോദ്യം പോലും ഡീപ് സീക്ക് ചോദിക്കുന്നില്ല.
So guys, this is something difficult. ഇനി 8 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. കിട്ടുമോ ഡീപ് സീക്കിന്? ഡീപ് സീക്ക് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. 13ാമത്തെ ക്വസ്റ്റ്യൻ ഓൺ ദ വേ. Is this person primarily known for playing cricket? Yes! Finally guys, ക്രിക്കറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇനി വെറും 7 ക്വസ്റ്റ്യൻ ചോദിക്കാം. We are getting closer. He is the next question. Is this person from India? Yes! ഡീപ് സീക്കിന് കാര്യം പിടികിട്ടുന്നുണ്ട്. ഈ പുളി ബട്ട് ഇനി വേറെ 6 ചോദ്യങ്ങളെ ഡീപ് സീക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അതിനുള്ളിൽ ആൻസർ കിട്ടുമോ ഇല്ലേ എന്നറിയാം. Oh, he's a batsman. He's an all-rounder. Yeah. He's an all-rounder. അങ്ങനെ കൊടുക്കാം. സോ 15 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. സോ is this person currently an active player in international cricket? No. സോ 16 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടും എനിക്ക് തോന്നുന്നില്ല ഞാൻ വിചാരിച്ച ആളെ കിട്ടുന്നു. സോ ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട്. സംഭവം നൈസ് ഗെയിം അല്ലേ? Did this player retire from international cricket before the year 2020? Yes. See, ഇനി 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതില് ഡീപ് സീക്കിന് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രമാണ് ഞാൻ നോക്കുന്നത്. Is this player known for having captained the Indian cricket team at some point in his career? No. സോ 18ാമത്തെ ക്വസ്റ്റ്യനും ഞാൻ നോ പറഞ്ഞു. ഐ ഡോണ്ട് തിങ്ക് ഡീപ് സീക്ക് ക്യാൻ അച്ചീവ് ദിസ് ടാർഗറ്റ്. ഡീപ് സീക്ക് ഡീപ്പായിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്. ഈസ് ദിസ് പ്ലെയർ നോൺ ഫോർ ബീങ് വൺ ഓഫ് ദ ടോപ്പ് ഓൾറൗണ്ടേഴ്സ് ഇൻ ഇന്ത്യൻ ക്രിക്കറ്റ് ഹിസ്റ്ററി? Yes, he is the one of. But not Kapil Devi or Irfan. So the last question is on the way. So ഡീപ് സീക്കിനെ തോൽപ്പിച്ചുകൊണ്ട് ഞാൻ വിജയിക്കുമോ? ഇല്ല ഗായ്സ്. ഡീപ് സീക്ക് ആൻസർ കണ്ടെത്തി. Is this player Yuvraj Singh? Yes. Oh my god. 20ാമത്തെ ക്വസ്റ്റ്യൻ ഗസ് ചെയ്താണ് തോന്നുന്നു. ബട്ട് ആള് കണ്ടെത്തിയിട്ടുണ്ട്. ഓ മൈ ഗോഡ്. ഡീപ് സീക്ക് അടിപൊളി കേട്ടോ. ഗസ് ചെയ്തിട്ടെങ്കിലും ആള് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, വിൽ സീ യു ബാക്ക്.